സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഒരു ഫണ്ടിങ് അക്കൗണ്ട്, എങ്ങനെയൊക്കെ ഒരു ഫണ്ടിങ് അക്കൗണ്ട് എടുക്കാം, എന്തൊക്കെയാണ് ഫണ്ടിങ് അക്കൗണ്ടിന്റെ യൂസസ്. ഓക്കെ, അപ്പൊ പലർക്കും ഈ ഫണ്ടിങ് അക്കൗണ്ട് എന്താണെന്ന് അറിയില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് ആദ്യം നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഫണ്ടിങ് അക്കൗണ്ട്? ഫണ്ടിങ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്ത്യൻ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളെടുത്തൊരു സ്വന്തം ഒരു ക്യാപിറ്റൽ വേണം ട്രേഡ് ചെയ്യാൻ, അല്ലെ? നമ്മളെ സ്വന്തം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. സ്വന്തം പൈസ എന്ന് പറഞ്ഞാൽ ഇപ്പം 1000 ഉണ്ട്, 10,000 ഉണ്ട്, 20,000, 30, 1 lakh, ഓക്കെ, അപ് ടു എത്ര വേണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. പക്ഷെ അത് നമ്മുടെ സ്വന്തം ഇക്വിറ്റിയാണ്, നമ്മുടെ സ്വന്തം ഫണ്ടാണ്. അപ്പൊ അതിൽ നിന്ന് സപ്പോസ് നമുക്കൊരു ലോസ് വന്നു കഴിഞ്ഞാലും നമ്മളിടുന്ന് ഇപ്പം ഒരു ട്രേഡ് എടുത്തു, നമുക്കൊരു ലോസ് വന്ന് 5000 രൂപ പോയി. ഈ 1 ലക്ഷത്തിൽ നിന്നാണ് ഈ 5000 രൂപ പോവുക. അപ്പൊ നമ്മുടെ ക്യാപിറ്റലിൽ നിന്നാണ് ഈ ഫണ്ട് പോകുന്നത്. ക്ലിയർ? അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് സ്വന്തം ഫണ്ട് ഉണ്ടെങ്കിലേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോറക്സ് മാർക്കറ്റിൽ വരുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് കമ്പനീസ് തരും. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഈ കമ്പനീസ് ഫണ്ട് തരിക? അവർ നമ്മുടെ കയ്യിൽ വിർച്വൽ ആയിട്ട് പൈസ തരും. എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മുടെ സ്കില്ല് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് നമ്മുടെ സ്കില്ല് കാണിച്ചു കൊടുക്കേണ്ടത്? സ്കില്ല് കാണിച്ചു കൊടുക്കേണ്ട സ്കീം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്കൊരു ഫണ്ടിങ് ചലഞ്ച് തരും. ആ ഫണ്ടിങ് ചലഞ്ചിൽ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. അതിലിപ്പോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അക്കൗണ്ട്സിന്റെ സൈസസ് പറയാം. 200K, then 100K, then 50K, then 50K, 25K, then 20K അക്കൗണ്ട്സും ഉണ്ട്. then നോർമലി പറയുകയാണെങ്കിൽ 50K, then 10K, then 6K, ലൈക്ക്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് അക്കൗണ്ട്സ് നമുക്ക് കിട്ടാനുണ്ട്. എന്താണ് ഈ 200K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2 lakhs USD അക്കൗണ്ട് ആണ്. ഓക്കെ, 6K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $6000 അക്കൗണ്ട് ആണ്. അപ്പം ഇത് നമുക്ക് ക്യാഷ് ആയിട്ടാണോ തരുക? അല്ല. ഇത് എങ്ങനെയാണ് അവർ നമുക്ക് തരുന്നത്? ഇങ്ങനത്തെ അക്കൗണ്ട്സ് ഉണ്ടെങ്കിലും ഇതെങ്ങനെയാണ് നമുക്ക് അവർ തരുന്നത്? ആദ്യം നമ്മൾ ഒരു ചലഞ്ചിൽ നിന്ന് ചൂസ് ചെയ്യണം. ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഒരുപാട് ചലഞ്ചസ്, ഞാൻ അത് വെബ്സൈറ്റിൽ പോയിട്ട് തന്നെ കാണിച്ചു തരാം. ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. സപ്പോസ് ഇപ്പൊ നമ്മൾ അതിൽ 100K ചലഞ്ച് ആണ് എടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഈ 100K ചലഞ്ച് ആണ് നമ്മൾ എടുത്തതെങ്കിൽ ഇതിന് അവരൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യും. നമ്മൾ 100K അക്കൗണ്ട് ചൂസ് ചെയ്തു. ഇത് ചൂസ് ചെയ്യണം, നമ്മൾ ആദ്യം ഒരു എമൗണ്ട് കൊടുക്കണം. ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കണക്ക് പറയുകയാണെങ്കിൽ 100K എടുക്കണമെങ്കിൽ ഏകദേശം 40,000 INR റുപ്പീസ് കൊടുക്കണം. 40,000 ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ, അത് കൊടുത്താൽ നമുക്ക് 100K ചലഞ്ച് കിട്ടും. 40,000 100K അക്കൗണ്ട് പൈസ നമ്മൾ കൊടുക്കണോ എന്ന് ആലോചിക്കേണ്ടത് 40,000 രൂപ കൊടുത്താൽ 80 ലക്ഷത്തിന്റെ അക്കൗണ്ട് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, 80 ലക്ഷത്തിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 80 ലക്ഷം അക്കൗണ്ടിലോട്ട് കിട്ടുകയല്ല, 80 ലക്ഷത്തിന്റെ ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് നമുക്ക് തരിക. ഓക്കെ, അതെങ്ങനെയാണ്? 40,000 കൊടുത്തു, അക്കൗണ്ട് നമുക്ക് കിട്ടി. അപ്പൊ അവർ നമുക്കൊരു 2 ഫേസ് ചലഞ്ച് ചെയ്ത്, 2 ഫേസ് ഉണ്ട്, 1 ഫേസ് ഉണ്ട്. നമ്മൾ 2 ഫേസ് വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് അവർ 2 ഫേസ് ആയിട്ടുള്ള ചലഞ്ച് തരും. ഈ 2 ഫേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ ഫേസിൽ നമ്മൾ ഈ 100K 8% അപ്പ് ചെയ്യണം. 8% നമ്മൾ ഇതിൽ അപ്പ് ചെയ്യണം. 8% എന്ന് പറഞ്ഞാൽ എത്രയായി? 100K 8% പറഞ്ഞാൽ $8,000, $8,000 നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫേസിൽ അപ്പ് ചെയ്യണം, അക്കൗണ്ടിൽ അപ്പ് ചെയ്യണം. അപ്പൊ 100K അക്കൗണ്ട് തരും. അതിൽ നമ്മൾ ഫസ്റ്റത്തെ ചലഞ്ച് എങ്ങനെയാണ് പാസ് ആവുന്നത് വെച്ചാൽ 8% നമ്മൾ അപ്പ് ചെയ്യണം. 8% അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫേസ് പാസ്സായി. പണ്ട് അതിന് ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, 1 മാസം കൊണ്ട് പാസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, അൺലിമിറ്റഡ് ഡേയ്സ് ആണ്. അൺലിമിറ്റഡ് ഡേയ്സിൽ 8% നമ്മൾ അപ്പ് ചെയ്യണം. അടുത്ത ഫേസ് നമ്മൾ പാസ് ആവണമെങ്കിൽ ഫസ്റ്റ് ഫേസ് പാസ്സായി കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഫേസ് പാസ് ആവണമെങ്കിൽ നമ്മൾ 5% അപ്പ് ചെയ്യണം. 5% എന്ന് പറഞ്ഞാൽ എത്രയായി? $5,000. ഇത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? നമ്മുടെ അക്കൗണ്ടിന്റെ രണ്ടാമത്തെ ഫേസും നമ്മൾ പാസ്സാവും. അപ്പൊ ഫസ്റ്റത്തെ ഫേസും പാസ്സായി, രണ്ടാമത്തെ ഫേസും പാസ്സായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈവ് ആയിട്ടുള്ള 100K അക്കൗണ്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൽ പാസിംഗ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇതിൽ ഫെയിൽ ആവേണ്ട സ്കീം എങ്ങനെയാണ്? $8,000 എന്ന് വെച്ചാൽ 8% അപ്പാക്കാം, $8,000 അപ്പാക്കണം. 5% അപ്പാക്കുമ്പോൾ $5,000. അപ്പൊ ഇതിലെ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ഡ്രോ ഡൗൺ? നമുക്ക് പ്രോഫിറ്റ് മാത്രമല്ല ലോസും വരാം, അല്ലെ? അപ്പൊ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് മാക്സിമം വരുത്താൻ പറ്റുന്ന ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% ആണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ കറക്റ്റ് എഴുതി തരാം. ടാർഗറ്റ് എന്ന് പറയുന്നത് 8%. ഈ 4,000 ഞാൻ ഡിലീറ്റ് ചെയ്യാം കേട്ടോ, കാരണം എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ദെൻ 100K അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞത് 8% അപ്പ് ചെയ്യണം, $8,000. 5% സെക്കൻഡ് ഫേസിൽ 2 ഫേസിന്റെ ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ 8%, സെക്കൻഡ് ഫേസ് 5%. ഇനി ഡ്രോ ഡൗൺ. എന്താണ് ഡ്രോ ഡൗൺ? ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലോസ് നമുക്ക് വരുത്താം. ടാർഗറ്റ് ഇത്രയാണെങ്കിൽ എത്ര ലോസ് നമുക്ക് വരുത്താം. ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതില്
5% മാത്രമേ ഡെയിലി ഡ്രോ ഡൗൺ വരാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ദിവസം നിങ്ങൾക്ക് വരുത്താൻ പറ്റുന്ന മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $5000 ആണ്. 100K അക്കൗണ്ടിൽ കേട്ടോ, $5000 ആണ്. അപ്പം ഒരു ദിവസം നിങ്ങൾക്ക് $5000 ലോസ് വരുത്താം. 5000 കൂടി $1 കൂടി $1 കൂടി പോയാൽ അക്കൗണ്ട് ഡ്രോ ഡൗൺ. ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും, പിന്നെ നമുക്ക് അക്കൗണ്ട് കിട്ടില്ല, അത് കഴിഞ്ഞു. അടച്ച 40000 പോവും, ഈ അക്കൗണ്ട് പോകും, അല്ലാതെ വേറെ നഷ്ടങ്ങളൊന്നും നമുക്ക് ഇല്ല. ഇപ്പൊ $5000 എന്ന് പറയുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപ. ഞാൻ എക്സാക്ട് എമൗണ്ട് അല്ല പറയുന്നത്, കറക്റ്റ് അപ്രോക്സിമേറ്റ് ഒരു പ്രൈസ് ആണ് പറയുന്നത്. 4 ലക്ഷം രൂപ ലോസ് വരുത്താം. ആ ലോസ് വരുത്തി കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നല്ലാതെ 4 ലക്ഷം നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ വേണ്ട. ദാറ്റ്സ് എ വിർച്വൽ മണി. ക്ലിയർ? അടച്ച 40 പോവും, ഈ പോയിട്ടുള്ള അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ സംഭവിക്കാനില്ല. ദെൻ മാക്സിമം ഡ്രോ ഡൗൺ, ഡെയിലി ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 5%, മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 10% ആണ്. പണ്ട് 12% ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല, 10%. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ മാക്സിമം നമ്മുടെ അക്കൗണ്ടിൽ വരുത്താൻ പറ്റുന്ന ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10000 ആണ്. ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കയ്യിൽ നിന്ന്. ഇപ്പൊ ഫസ്റ്റ് ഇതെങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ദിവസം നമ്മൾ ട്രേഡ് എടുത്തു, 100K അക്കൗണ്ട് നമ്മൾ എടുത്തെടുത്ത് ലോസ് അടിച്ചടിച്ച് $5000 എത്തി, അല്ലെങ്കിൽ $4500 എത്തി, നമ്മൾ ട്രേഡ് നിർത്തി, നമ്മുടെ അക്കൗണ്ട് പോയില്ല, $4500 പോയി. അപ്പൊ 100K മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ 10000 നിന്ന് 4500 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി $5500 കൂടി ഇനി നമുക്ക് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലോസ് മാക്സിമം. കാരണം ഓവറോൾ ഡ്രോ ഡൗൺ എന്ന് പറയുന്ന $10000 മീറ്റ് ചെയ്താൽ അക്കൗണ്ട് പോകും. 1 ഡേ 5%, ഓവറോൾ എന്ന് പറഞ്ഞാൽ 10%. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് മീറ്റ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് കയ്യിൽ നിന്ന് പോകും. അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താക്കാം, പ്രോഫിറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടും. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടും. ഫണ്ടഡ് ലൈവ് അക്കൗണ്ട് കിട്ടും. ലൈവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ, ഇതേ റൂൾസും കാര്യങ്ങളും, പക്ഷെ അതിൽ ടാർഗറ്റ് പ്രോഫിറ്റ് ഉണ്ടാവില്ല, ഡ്രോ ഡൗൺ പ്രോഫിറ്റ് ഉണ്ടാവും, ഡ്രോ ഡൗൺ റൂൾ ഉണ്ടാവും. ഓക്കെ, ഫണ്ടഡ് ലൈവ് അക്കൗണ്ട് കിട്ടും. അതിന്റെ ഡ്രോ ഡൗൺ റൂൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 5% ഡെയിലി, 10% ഓവറോൾ. ഇത് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കയ്യിൽ നിന്ന് പോകും. അതിൽ ടാർഗറ്റ് പ്രോഫിറ്റ് ഇല്ല. അതിൽ നിങ്ങൾക്ക് എത്ര വേണേലും ടാർഗറ്റ് എടുക്കാം, മിനിമം മാക്സിമം എടുക്കാം, പക്ഷെ അതിൽ ടാർഗറ്റ്സ് ഇല്ല. അതിൽ ഡ്രോ ഡൗൺ മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഡ്രോ ഡൗൺ 5% ലോസ് വന്നാൽ അക്കൗണ്ട് കയ്യിൽ 10% ഓവറോൾ ഡ്രോ ഡൗൺ വന്നാൽ എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട്. ഈ ഓവറോൾ ഡ്രോ ഡൗൺ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ, പണ്ട് ഇത് കേട്ടപ്പോൾ, തുടക്ക കാര്യത്തിൽ എനിക്കിത് കേട്ടപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്, നിങ്ങൾ 100K അക്കൗണ്ടിൽ ട്രേഡ് എടുക്കാം. അതിൽ നിങ്ങൾക്ക് മാക്സിമം വരുത്താൻ പറ്റുന്ന ലോസ് എന്ന് പറഞ്ഞാൽ $10000 ആണ്. ഒരു ദിവസം 5000 വരുത്താം, നിങ്ങൾ 5000 വരുത്തിയില്ല, ഒരു ദിവസം നിങ്ങൾക്ക് വന്ന ലോസ് എന്ന് പറഞ്ഞാൽ $2000. ഓക്കെ, ഇനി നിങ്ങൾക്ക് മാക്സിമം എത്ര ലോസും കൂടെ പോവാം? $8000. പിറ്റേ ദിവസം നിങ്ങളൊരു ലോസ് എടുത്തു, നിങ്ങൾക്ക് ഒരു $3000 പിറ്റേ ദിവസം ലോസ് വന്നു. അപ്പൊ $5000 ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ലോസ് ആയി. ഇനി എത്ര ലോസും കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റും? മാക്സിമം 5000. നിങ്ങൾക്ക് അടുത്ത ദിവസം ഒരു $3000 കൂടെ ലോസ് വന്നു. അപ്പം 5 3 8 അപ്പം 8000 വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എത്ര ഡോളർ കൂടെ പോകാൻ പാടും? 2000. ആ 2000 കൂടെ കടന്ന് സപ്പോസ് ഒരു 3000 കൂടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് കയ്യിൽ നിന്ന് പോയി. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഡ്രോ ഡൗൺ നോക്കുക. ഡെയിലി ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡെയിലി ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം എത്ര ലോസ് വരുത്താം, ഇതാണ് ഡെയിലി ഡ്രോ ഡൗൺ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ഫണ്ടിങ് അക്കൗണ്ടിന്റെ ചാലഞ്ച്. ഇതിപ്പോ 100K കുറിച്ച് പറയണം. ഇപ്പൊ 200K കുറിച്ച് പറയണത് നേരെ ഓപ്പോസിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് നേരെ ഇരട്ടി കാൽക്കുലേറ്റ് ചെയ്താൽ 200K. 200ൽ നിങ്ങൾക്ക് 8% ആണ് ടാർഗറ്റ്. എന്ന് വെച്ചാൽ 8 തൊട്ടും $16000 ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത് അൺലിമിറ്റഡ് ഡേയ്സ് ആണ്, അതിന് ഡേ കാൽക്കുലേഷൻ ഇല്ല. അൺലിമിറ്റഡ് ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് $16000 ഉണ്ടാക്കിയാൽ മതി. 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതിന്റെ നേരെ ഇരട്ടി, $10000 നിങ്ങൾ ഉണ്ടാക്കണം. ഇതാണ് ടാർഗറ്റ് പ്രോഫിറ്റ്. എന്ന് വെച്ചാൽ ടാർഗറ്റ് നിങ്ങൾ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ഡ്രോ ഡൗൺ അപ്പൊ എങ്ങനെയായിരിക്കും? ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ 5%. ഇതിന്റെ 5% എത്രയാ? $10000 ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലോസ് വരുത്താൻ പറ്റുക. 10% ആണ് മാക്സിമം ഡോളർ. 10% എന്ന് പറഞ്ഞാൽ 20000K 200K അക്കൗണ്ടിന്റെ 10% എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാ? $20,000 നിങ്ങൾക്ക് എന്താക്കാം? ഒരു ദിവസം ലോസ് വരുത്താം. ചാലഞ്ചസ് സെയിം ആണ്, ഡേയ്സ് സെയിം ആണ്, അൺലിമിറ്റഡ് ഡേയ്സും കാര്യങ്ങളൊക്കെയാണ്. അത് പല ബ്രോക്കേഴ്സിലും ഡിപ്പെൻഡഡ് ആയിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ 8% വരെ 10% വരാം. ഓക്കെ, അപ്പൊ ഇനി 2 ഫേസിന്റെ ആണ് ഞാൻ അവിടെ സംസാരിച്ചത്. ഇനി 1 ഫേസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ 1 ഫേസ് എന്ന് പറഞ്ഞ ചലഞ്ചും ഉണ്ട്. 1 ഫേസിൽ എന്താണ് മാറ്റം? 1 ഫേസിൽ ഡ്രോ ഡൗൺ കുറവായിരിക്കും. 1 ഫേസിലാണ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒറ്റ ഫേസ് ഉണ്ടാവുള്ളൂ. 8% 5% ഉള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10%. എന്ന് വെച്ചാൽ ടോട്ടലി നിങ്ങൾ ഒരു 10% അക്കൗണ്ടിന്റെ അപ്പാക്കിയാൽ മതി. 100K അക്കൗണ്ട് എടുക്കുന്നെങ്കിൽ 10% നിങ്ങൾ അപ്പാക്കിയാൽ മതി. 10% എത്രയായിരിക്കും?
$10,000. $10,000 ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ലൈവ് അക്കൗണ്ട് കിട്ടും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, അപ്പൊ എല്ലാവരും അതിലേക്ക് എന്നാ പിന്നെ വൺ ഫേസ് എടുത്ത് 10,000 അപ്പാക്കിയാൽ പോരെ. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ ഡ്രോ ഡൗൺ. ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 5%-ന് പകരം 3% ഉണ്ടാവുള്ളൂ. 3%. 3% എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ 3% $3,000 നിങ്ങൾക്ക് ഒരു ദിവസം ലോസ് വരുത്താൻ സാധിക്കുള്ളൂ. $3,000. അപ്പൊ അത് കുറവാണ് അല്ലെ. അപ്പൊ നമ്മുടെ അക്കൗണ്ട് കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഓവറോൾ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ 6% ഉള്ളൂ. മറ്റേത് 5ഉം 10ഉം ആണെങ്കിൽ ഇത് 6ഉം ദെൻ 6%ഉം 3% നമുക്ക് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ $6,000. ഇത്രയും ഓവറോൾ ഡ്രോ ഡൗൺ വരാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ 5,000 10,000 വരാൻ പറ്റുമെങ്കിൽ ഇവിടെ 3,000 6,000 വരാൻ പറ്റുള്ളൂ. അപ്പം അക്കൗണ്ട് അടിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് വൺ ഫേസിൽ നമുക്ക് 10% ടാർഗറ്റ് മതി. പക്ഷെ അത് പാസ്സായി കഴിഞ്ഞാൽ അക്കൗണ്ട് കിട്ടും, ലൈവ് അക്കൗണ്ട് കിട്ടും. ലൈവ് അക്കൗണ്ട് കിട്ടിയാലും ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് 3%ഉം 6%ഉം തന്നെയായിരിക്കും. ക്ലിയർ? അപ്പൊ ഏകദേശം ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാ അക്കൗണ്ട്സും അങ്ങനെ തന്നെയാണ്. 100K 200K 50K എടുത്താലും സെയിം 8% 5% നിങ്ങൾക്ക് അതിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ അതിന്റെ റൂൾസും കാര്യങ്ങളും. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഇനി ഒരു കാര്യം കൂടെ സംസാരിക്കാൻ പറ്റും. ഇപ്പൊ ലൈവ് അക്കൗണ്ട് കിട്ടി. ലൈവ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ പ്രോഫിറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ലൈവ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏത് അക്കൗണ്ട് ആയിക്കോട്ടെ, 100K അക്കൗണ്ട് ആയിക്കോട്ടെ, അതിൽ ലൈവ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടാർഗറ്റ് ഇല്ല, എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. സപ്പോസ് നിങ്ങൾ ആ അക്കൗണ്ടിലൊരു $1,000 ആണ് ഉണ്ടാക്കുന്നത് വിചാരിക്കുക. ലൈവ് അക്കൗണ്ടിൽ $1,000 ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഡിപ്പെൻഡന്റ് ആണ് കേട്ടോ. ബ്രോക്കേഴ്സിൽ മാറിക്കൊണ്ടിരിക്കും. 80% ഉണ്ട്, 95% ഉണ്ട്, 70% തരുന്നുണ്ട്. അപ്പൊ ഒരു കോമൺ ഇത് വെച്ചിട്ട് ഒരു 80% തരുന്ന കാൽക്കുലേഷൻ പറയാം. 80% ആണ് നമുക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ചാൽ $1,000 നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ മാസം ആകെ കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, ആകെ കിട്ടുന്നില്ല, മാക്സിമം കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 80%. എന്ന് വെച്ചാൽ ഇതിന്റെ 80% ഏകദേശം എത്രയാണ്? $800 ആണ് നമുക്ക് അക്കൗണ്ടിലോട്ട് കിട്ടുക. ഓക്കെ, നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് നമുക്ക് $800 സാലറി പോലെ കിട്ടും. കാരണം നമ്മൾ അതിൽ 1,000 ഉണ്ടാക്കി അതിൽ 80% നമുക്ക് കിട്ടി. അതിന്റെ അടുത്ത മാസം 80 എന്നുള്ളത് 85% ആവും. ഓക്കെ, അപ്പൊ എന്തായി? $850. 1,000 തന്നെ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. 1,000 തന്നെ ഉണ്ടാക്കി എന്ത് കിട്ടും? നമുക്ക് $850 കിട്ടും. $850. അതിന്റെ അടുത്ത മാസം 90 മാക്സിമം. ഇത്രയും 90 വരെ കിട്ടാറുള്ളൂ. ചിലപ്പോൾ 100 കിട്ടുന്നൊക്കെ ഉണ്ട്. അത് അത്ര പ്രോപ്പർ അല്ല, അതുകൊണ്ടാണ് ഞാൻ അതിനെ സജസ്റ്റ് ചെയ്യാത്തയും പറയാത്തയും. ഓക്കെ, അപ്പൊ $900 കിട്ടും. അപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈവ് അക്കൗണ്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അനുസരിച്ച് നിങ്ങളുടെ ഇത് കിട്ടുക. ഇത് 1000, ഇപ്പൊ 10,000 ആണെങ്കിൽ എത്രയായി? $8,000, $8,500 ലൈക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിന്റെ 80% നിങ്ങൾക്ക് മന്ത്ലി കിട്ടും. ഓക്കെ, ഈ ഒരു കാൽക്കുലേഷൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ അക്കൗണ്ട് എവിടെ പോയിട്ട് എടുക്കണം എന്നുള്ളതൊക്കെ നോക്കാം. ആദ്യം നമ്മൾ നെറ്റിൽ വരിക. അവിടെ ഒരുപാട് ഫേംസ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫേംസ് ആണ് ഞാൻ അവിടെ സജസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സജഷൻ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഒരുപാട് ഫേംസ് ഉണ്ട്, അതിൽ ഏത് വേണം നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തരാം. അതിൽ ഫസ്റ്റത്ത് ഫണ്ട് നെക്സ്റ്റ് ട്രേഡിംഗ് ചലഞ്ച് എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ വരും. ഓക്കെ, ഫണ്ട് നെക്സ്റ്റ് ട്രേഡിംഗ് ചലഞ്ച്. അതിലൂടെ ഫസ്റ്റത്തെ ഓപ്ഷൻ ഫണ്ട് നെക്സ്റ്റ്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇങ്ങനത്തെ വിൻഡോ വന്നു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാർട്ട് ചലഞ്ച് ഫ്രീ ട്രയൽ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ആദ്യമായിട്ടാണ് ഒരു ഇത് എടുക്കുന്നത്, നിങ്ങൾക്ക് പരിചയമില്ല എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ട്രയൽ എടുക്കുക. ഫ്രീ ട്രയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ട്രയൽ നിങ്ങൾക്ക് ഇതിന് 0, ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട. 100K ആണെങ്കിൽ 100K ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലാറ്റ്ഫോം 5 ഗ്രോ നെക്സ്റ്റ് സ്വാപ്പ് ഇതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. 14 ദിവസം നമുക്ക് അതിൽ ടൈം കിട്ടുള്ളൂ. എൻറോൾ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ID-യിലോട്ട് ഒരു ക്രെഡിഷൻസ് വരും. ആ ക്രെഡിഷൻസ് നിങ്ങൾ MT4 MT5 പോയി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഡെമോ അക്കൗണ്ട് കിട്ടും. ഇനി അതല്ല, ലൈവ് അക്കൗണ്ട് ആണ് നിങ്ങൾ എടുക്കേണ്ട ആൾക്കാരെന്ന് വിചാരിക്കുക. ലൈവ് അക്കൗണ്ട് എടുക്കണം എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ ഡാഷ്ബോർഡിൽ വരിക. 1 സെക്കൻഡ്. ഓക്കെ, ഫണ്ട് നെക്സ്റ്റ് എടുക്കുക. അതിലെ ഫണ്ട് നെക്സ്റ്റിലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിൻഡോയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. എന്നാലും നിങ്ങൾ തുടക്കം മുതൽ എങ്ങനെ വരണമെന്ന് അറിയണ്ടേ. ഒന്നുകൂടെ കാണിക്കാം. ഫണ്ട് നെക്സ്റ്റ്, അതെന്റെ പേജിലോട്ടാണ്. ഫണ്ട് നെക്സ്റ്റ്
then funded next. Okay, competition, get funded next. ഓക്കെ, ഇങ്ങനെയാണ് ഓപ്പൺ ആവുക. ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഫ്രീ ട്രയൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സ്റ്റാർട്ട് എ ചലഞ്ച്, അതിൽ എന്താ അത് സ്റ്റാർട്ട് എ ചലഞ്ച് കൊടുത്താലാണ് നമ്മുടെ ഫണ്ടിങ് പ്രൈസും കാര്യങ്ങളൊക്കെ അതിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പം ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് ദ ബെസ്റ്റ് ഫണ്ട് നെക്സ്റ്റ് ചലഞ്ച്. ഇതിൽ 3 ടൈപ്പ് ചലഞ്ച് ഉണ്ട്. സ്റ്റെല്ലാർ അക്കൗണ്ട് ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, എക്സ്പ്രസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പണ്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഇവാലുവേഷൻ ആണ്, എക്സ്പ്രസ് വേണ്ട, ഇവാലുവേഷൻ ആണ്. അതിൽ സ്റ്റെല്ലാർ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ പുതിയതാണ്. അതെന്താന്ന് വെച്ചാൽ അതിൽ അൺലിമിറ്റഡ് ഡേയ്സ് നമുക്ക് കിട്ടും. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ അതിന് നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട്. എന്ന് വെച്ചാൽ 1 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ഫേസ് പാസ്സാക്കണം, 2 മാസത്തിനുള്ളിൽ സെക്കൻഡ് ഫേസ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റെല്ലാർ അക്കൗണ്ടിന് അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങൾക്ക് എന്താക്കാം, ഡയറക്റ്റ് അൺലിമിറ്റഡ് ഡേയ്സിൽ നിങ്ങൾക്ക് പാസ്സാക്കാം. അപ്പൊ സ്റ്റെല്ലാർ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു. അതില് സ്വാപ്പ് അക്കൗണ്ട്, സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്, 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്. സ്വാപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ചലഞ്ചിൽ നിങ്ങൾക്ക് കമ്മീഷൻസ്, എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സിന് ഓരോ ട്രേഡ്സിനും കമ്മീഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. സ്വാപ്പ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഹോൾഡ് ചെയ്താൽ അതിനൊരു സ്വാപ്പ് ചാർജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ദിവസം ഹോൾഡ് ചെയ്യാൻ ചിലപ്പോൾ $7, $6 അങ്ങനത്തെ ഒരു ചാർജ് ഉണ്ടാവും. അതാണ് സ്വാപ്പ് അക്കൗണ്ട്. സ്വാപ്പ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്മീഷനോ ഒരു ഇതും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു $10 എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇത് എന്തിനാണ് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിംസ് അവരുടെ ഇതിലൊരു ഇതുണ്ട്, എന്ന് വെച്ചാൽ പലിശ എന്നുള്ളതൊക്കെ ഒരു ഹറാം അല്ലെ. അപ്പൊ മുസ്ലിം കൺട്രീസിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഈ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ $10 എക്സ്ട്രാ അടയ്ക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അതിൽ നിങ്ങൾക്ക് കമ്മീഷനോ കാര്യങ്ങളോ ഇതൊന്നും കട്ടാവില്ല. ഓക്കെ, അപ്പൊ സ്വാപ്പ് അക്കൗണ്ട് തന്നെ എടുത്താൽ മതി. സ്വാപ്പ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്. ഈ 1 സ്റ്റെപ്പും 2 സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ ഇപ്പൊ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അല്ലെ. അതിൽ നിങ്ങൾ എടുക്കേണ്ട ഏതാ 2 സ്റ്റെപ്പ്. 1 സ്റ്റെപ്പ് എടുക്കേണ്ടവർക്ക് 1 സ്റ്റെപ്പ് എടുക്കാം. പക്ഷെ അവിടെ മാക്സിമം ഡെയിലി ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ 3%, 6% ആയിരിക്കും. 2 സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ 5%, 10% കിട്ടും. അപ്പം സ്വാപ്പ് അക്കൗണ്ട് എടുക്കുന്നു, 2 സ്റ്റെപ്പ് എടുക്കുന്നു. ഇനി ഇവിടെ അക്കൗണ്ട്സ് ഞാനിപ്പോ പറഞ്ഞു അക്കൗണ്ട് ഏതൊക്കെയാണ്. 6K ഉണ്ട്, 15K ഉണ്ട്, 25K ഉണ്ട്, 15K ഉണ്ട്, 100K ഉണ്ട്, 200K ഉണ്ട്. ഇതിൽ ഏതെടുക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ അടുത്തുള്ള പൈസ പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 6Kന്റെ അക്കൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ $117 എന്ന് വെച്ചാൽ ഏകദേശം $1000 ഉള്ളിൽ പേയ്മെന്റ് മതി ഈ അക്കൗണ്ട് എടുക്കാൻ. 100Kന്റെ അക്കൗണ്ട് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, സോറി ഇതല്ല കേട്ടോ ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ₹1,500. 100Kന്റെ അക്കൗണ്ട് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 510, ഏകദേശം 40,000 മേലെ വരും 100K എടുക്കാൻ. 6K എന്ന് പറഞ്ഞാൽ ഏകദേശം 4,000, 5,000 റുപ്യന്റെ താഴെ വരുള്ളൂ 6Kന്റെ അക്കൗണ്ട് എടുക്കാൻ. 15,000Kന്റെ അക്കൗണ്ട് ആണെങ്കിൽ ഏകദേശം 8,000, 9,000 രൂപ ചാർജ്. അപ്പൊ ഇവിടെ ചാർജസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഏത് അക്കൗണ്ട് ആണ് സെലക്ട്, നിങ്ങൾ 6K അല്ലെങ്കിൽ 100K ആണ് എടുക്കുന്നത് വിചാരിക്കുക. ആദ്യം തന്നെ ചാടി ആദ്യമായിട്ട് എടുക്കുന്ന ഒരു 100K, 200K എടുക്കാൻ ശ്രമിക്കരുത്. 6K അല്ലെങ്കിൽ 15K ലൈക്ക് അങ്ങനെ ഏതെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് 6K എടുത്തിട്ട് 100K എടുക്കാനുള്ള എമൗണ്ട് 6K കൊണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം മാത്രമേ ഈ 100Kയിലോട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പൊ 100K ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിലൊരു ബോണസ് നമുക്ക് കിട്ടും. എന്താണ് ബോണസ് എന്ന് വെച്ചാൽ ഈ ഫണ്ട് നെക്സ്റ്റ് ഉള്ള ഒരു ഓപ്ഷൻ ആണ്. നിങ്ങൾ ഈ ഫേസ് 2 ഫേസ് പാസ്സാക്കണം. അപ്പൊ ഈ 100Kയിൽ 2 ഫേസ് പാസ്സാക്കിയാൽ അതിന്റെ ഒരു 15%, സാധാരണ ചില ഫേംസിൽ നമ്മളത് പാസ്സാക്കിയാൽ അതിനൊന്നും ഒരു പൈസയും കിട്ടില്ല. നമ്മൾ അടയ്ക്കുന്ന പൈസ റീഫണ്ട് കിട്ടുന്നല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. ഇവിടെ അടയ്ക്കുന്ന പൈസ പ്ലസ് നിങ്ങൾ എടുക്കുന്ന ചലഞ്ചിന്റെ നിങ്ങൾ ഓവറോൾ ഉണ്ടാക്കിയതിന്റെ 50%, ചലഞ്ച് ഫേസിന്റെ 50% കൂടെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ $1,950 നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അത് എന്താണ് ബോണസ്, നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ ഒരു ബോണസ് ആയിട്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 8%, അത് ഞാൻ കുറച്ചു പറഞ്ഞു. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 5%, അത് ഞാൻ പറഞ്ഞു. മാക്സിമം ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ 5% ആണ് നിങ്ങൾക്ക് ഒരു ദിവസം വരാൻ പറ്റുന്ന ലോസ്. മാക്സിമം ഓവറോൾ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ 10%. ഡ്രോ ഡൗൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ബേസ്, എന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ബാലൻസ്ഡ് ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ ഡ്രോ ഡൗൺ വരിക. ഇപ്പൊ നിങ്ങൾ $5,000 ആണ് നിങ്ങളിപ്പോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പൊ $5,000 ആണ് നിങ്ങളുടെ ഡെയിലി ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞത്. ഇന്ന് നിങ്ങൾ 5,000 ഉണ്ടാക്കിയിട്ട് $10,000 നിങ്ങൾക്ക് ഡെയിലി ഡ്രോ ഡൗൺ കിട്ടും. അപ്പൊ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നു അത്രയും നിങ്ങളുടെ ഡെയിലി ഡ്രോ ഡൗൺ കൂടിക്കൊണ്ടിരിക്കും. ഇനി ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ടൈം ലിമിറ്റ്, അതിന് ടൈം ലിമിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. അൺലിമിറ്റഡ് ഡേയ്സ് ആണ്, അതിന് ടൈം ലിമിറ്റ് ഉണ്ടാവില്ല. മിനിമം ട്രേഡിംഗ് ഡേയ്സ് 5. ഇതെന്താണ് പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്, എന്താണ് ഈ മിനിമം ട്രേഡിംഗ് ഡേയ്സ്. അപ്പൊ ആലോചിക്കും 5 ദിവസം കൊണ്ട് പാസ്സാക്കണോ? നോ, നിങ്ങളിപ്പോ 100Kന്റെ അക്കൗണ്ട് എടുത്തു, ഒരു ദിവസം കൊണ്ട് പാസ്സായി, പക്ഷെ അത് പാസ്സാവില്ല. 4 ദിവസവും കൂടെ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഏറ്റവും മൈന്യൂട്ട് ലോഡിൽ ഒരു 0.01 ലോട്ടിലും കൂടെ ഒന്ന് ട്രേഡ് ചെയ്ത് അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി വെക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ 5 ദിവസം നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പാസ്സാക്കി എടുക്കാൻ പറ്റൂ. അതിൽ വലിയ റോക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 2 ദിവസം കൊണ്ട് പാസ്സായി, പക്ഷെ അത് 5 ദിവസമെങ്കിലും അക്കൗണ്ട് എന്താക്കി ഒരു ട്രേഡ് ഇട്ട് നോക്കണം. എന്ന് വെച്ചാൽ 0.01 ലോട്ടിലെങ്കിലും വെറുതെ ഒരു ട്രേഡ് ഇട്ട് ക്ലോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ദെൻ കമ്മീഷൻ $3 പെർ ലോട്ട്. ഒരു ലോട്ടിന് നിങ്ങൾ $3 കമ്മീഷൻ കൊടുക്കണം. അവിടെ എന്തായിരിക്കും, അപ്പൊ സ്പ്രെഡ് കുറവായിരിക്കും. കമ്മീഷൻ കൂടുമ്പോൾ സ്പ്രെഡ് കുറവായിരിക്കും.
പ്രോഫിറ്റ് സ്പ്ലിറ്റ് അപ് ടു 95%. എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ 95% നിങ്ങൾ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് നിങ്ങൾ ലൈവ് അക്കൗണ്ട് കിട്ടി കഴിഞ്ഞാൽ 95% ഫസ്റ്റ് തന്നെ കിട്ടില്ല. ഫസ്റ്റത്തെ മാസം 80%, 85%, 90 അങ്ങനെയായിരിക്കും. അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, 95% വരെ നിങ്ങൾക്ക് എന്താക്കാം, പ്രോഫിറ്റ് സ്പ്ലിറ്റ് എടുക്കുക. ഇത് ലൈവ് അക്കൗണ്ട് കിട്ടിയതിന് ശേഷം കേട്ടോ. ട്രേഡിംഗ് ലിവറേജ് 1:100. ഇത് നമുക്ക് വിർച്വൽ ആണ്, അത് കാണാനൊന്നും പറ്റില്ല. എന്താണ് ലിവറേജ് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഓൾറെഡി പണ്ട് സംസാരിച്ചതാണ്. നമുക്ക് പൈസ കുറവാണെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന അവരൊരു ആഡ് ഓൺ എമൗണ്ട് തരുന്നതിനാണ് 1:1000 ഉണ്ട്, 1:2000 ഉണ്ട്, 1:500 ഉണ്ട്, 1:100. അപ്പൊ ലിവറേജ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ന്യൂസ് ട്രേഡിംഗ് ഞാൻ ന്യൂസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ന്യൂസ് ട്രേഡിംഗ് ഉണ്ട് എന്താണ് അലൗഡ് ആണ്, ചില ഫേംസിൽ അലൗഡ് അല്ല. അപ്പൊ നിങ്ങൾ അതിന്റെ വെബ്സൈറ്റ് എടുക്കണേ കറക്റ്റ് അത് വാച്ച് ചെയ്യണം. ന്യൂസ് ട്രേഡിംഗ് ഒക്കെ അലൗഡ് ആണോ, അലൗഡ് അല്ലാത്തതിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് എന്ത് പറ്റും, അക്കൗണ്ട് ബ്രീച്ച് ആയി പോകും. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താവും, അക്കൗണ്ട് അടിച്ചു പോകും. അടിച്ചു പോയാൽ എന്താ പ്രശ്നം, അക്കൗണ്ട് അടിച്ചു പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ കൊടുത്ത പൈസയും പോയി. അല്ലാത്ത ഫേംസിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആയി പോകും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണോ അല്ലയോ എന്ന് എപ്പോഴും വെബ്സൈറ്റിൽ പോയിട്ട് നോക്കാം. വീക്കെൻഡ് ഹോൾഡിംഗ് നമുക്ക് വീക്കെൻഡിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ, വീക്കെൻഡിൽ നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചില ഫേംസിൽ അലൗഡ് അല്ല. അലൗഡ് അല്ലാത്തതിന് നമ്മൾ ഹോൾഡ് ചെയ്ത് എന്ത് പറ്റും, നമുക്ക് ആ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല, അവരത് റിജക്ട് ചെയ്താൽ. അപ്പൊ അതും ശ്രദ്ധിക്കുക. വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ് ആണ്. എക്സ്പേർട്ട് അഡ്വൈസ് എന്ന് പറയും, നമ്മളെ ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ല, അക്കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ആവറേജ് ബോട്ടിങ് അത് ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് അലൗഡ് ആണ്. ദെൻ ട്രേഡ് കോപ്പിയർ എന്ന് വെച്ചാൽ ഒരു കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ചാൽ അതൊരു നമ്മുടെ സ്കാൽപ്പിംഗ് ഒക്കെ പോലത്തെ ഒരു മെത്തേഡാണ്. അപ്പം അത് അലൗഡ് ആണോ എന്ന് വെച്ചാൽ അതും അലൗഡ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സെർവർ ID കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയബിൾ ആണെങ്കിൽ പ്രശ്നമുണ്ടോ, അതൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതൊന്നും പ്രശ്നമില്ല ഇതിന്. ഓക്കെ, റീസെറ്റ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അക്കൗണ്ട് ഫെയിൽഡ് ആയിപ്പോയി, നിങ്ങൾ അഥവാ എടുത്തൊരു അക്കൗണ്ട് ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ അക്കൗണ്ട് എടുക്കുമ്പോൾ അതിന് ഡിസ്കൗണ്ട് കിട്ടും. റീസെറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100K അക്കൗണ്ട് എടുത്തു ഫെയിൽഡ് ആയി, നമ്മൾ ഒന്നും കൂടെ എടുക്കുമ്പോൾ സെയിം അക്കൗണ്ട് എടുക്കുമ്പോൾ 10% അവർ എന്ത് തരും, ഡിസ്കൗണ്ട് തരും. റീഫണ്ടബിൾ ഫീ, നമ്മൾ ഈ പൈസ അടച്ചിട്ടാണ് അക്കൗണ്ട് എടുക്കുന്നത്. ഏകദേശം 40,000 രൂപ കൊടുത്തിട്ട് 100K എടുത്തു, 80,000 രൂപ കൊടുത്തിട്ട് 200K എടുത്തു. എടുത്തു കഴിഞ്ഞ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ഈ പൈസ തിരിച്ചു കിട്ടും. യെസ്, റീഫണ്ടബിൾ. ക്ലിയർ. അത് ഫസ്റ്റ് മാസം അല്ല കിട്ടുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈവ് അക്കൗണ്ട് കിട്ടി, ഫസ്റ്റ് മാസം ട്രേഡ് എടുത്ത് ഒരു പ്രോഫിറ്റ് കിട്ടി, ആ പ്രോഫിറ്റിന്റെ കൂടെയാണ് ഈ ബോണസും ഈ പറഞ്ഞ റീഫണ്ടബിൾ ഫീ ഒക്കെ കിട്ടുക. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് സ്റ്റാർട്ട് ചലഞ്ച് കൊടുത്തു, അത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ പ്ലാറ്റ്ഫോം 4, പ്ലാറ്റ്ഫോം 5 എന്ന് വെച്ചാൽ ഇത് MT4 വേണം, MT5 വേണം, അത് ഏത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏതാ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. MT5 എടുക്കുന്നത് അല്ലെ MT4. MT5 എടുത്തെന്ന് വിചാരിക്കുക. ഗ്രോനെസ്റ്റ്, ഫണ്ട് ആൻഡ് നെസ്റ്റ് സെർവർ ബ്രോക്കേഴ്സ് ആണ് ചോദിക്കുന്നത്. അത് ഏത് വേണേൽ കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമായി, ഏത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ബ്രോക്കേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതെടുത്തു. സ്വാപ്പ് അക്കൗണ്ട്, സ്വാപ്പ് ഫ്രീ. ഇതെന്താന്ന് ഞാൻ പറഞ്ഞു. സ്വാപ്പ് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ 10% ഇൻക്രിമെന്റ് ഉണ്ടാവും, 519 കൂടും. ഓക്കെ, ദെൻ സ്വാപ്പ് അക്കൗണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. സ്വാപ്പ് ഫ്രീ എടുക്കണ്ട. സ്വാപ്പ് ഫ്രീ എടുത്ത എന്താണ് 10% പൈസ മാറ്റമുണ്ട്. ഓക്കെ, ദെൻ ഓക്കെ, അതിനുശേഷം അത് ഇവിടെ ലോഡിങ് വരികയാണ്. ഓക്കെ, ദെൻ ഈ ലൈഫ് ടൈം പേ ഔട്ട്, നോ മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ നമുക്കൊരു 3 അല്ലെങ്കിൽ 5 മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടല്ലോ, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്താൽ പക്ഷെ 15% പൈസ കൂടാതെ ഒന്നും ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കൺവേണ്ടഡ് ആണ്. ദെൻ 150% റീഫണ്ട് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തതിന്റെ ഇരട്ടി 100% ഇരട്ടി 150% കിട്ടണമെങ്കിൽ 10% ഇൻക്രിമെന്റ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. പക്ഷെ അത് നമ്മൾ ആവശ്യമില്ല, കൊടുക്കുന്നില്ല. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാർഡ് പേയ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ കാർഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. ഇനി എന്റെ നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, കൺട്രി, പാസ്വേഡ് കാര്യങ്ങൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ കാർഡിന്റെ ഡീറ്റെയിൽസ് വരും. കാർഡിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡെബിറ്റ് കാർഡ് ഇവിടെ അക്സെപ്റ്റബിൾ അല്ല, ഇവിടെ ക്രെഡിറ്റ് കാർഡേ എടുക്കുള്ളൂ. ക്രെഡിറ്റ് കാർഡ്, ക്രിപ്റ്റോ പേയ്മെന്റ് ലൈക്ക്. ഓക്കെ, അപ്പൊ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ ക്രെഡിറ്റ് കാർഡ് എടുത്ത് പേയ്മെന്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഇവിടെ പേയ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഡിസ്കൗണ്ട് കൂപ്പൺ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഡിസ്കൗണ്ട് കൂപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഇത് ഓപ്പൺ ചെയ്ത് കാർഡിന്റെ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഡിസ്കൗണ്ടിന്റെ ഒരു ഓപ്ഷൻ കാണിക്കും. എന്തെങ്കിലും കൂപ്പൺ കോഡ് ഒരുപാട് കൂപ്പൺ കോഡ് ഉണ്ടാവും. നിങ്ങൾ അത് എന്ത് ചെയ്യണം, ഫണ്ട് ആൻഡ് നെക്സ്റ്റ് ആണെങ്കിൽ ഫണ്ട് ആൻഡ് നെക്സ്റ്റ് കൂപ്പൺ കോഡ് അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കൂപ്പൺ കോഡ്സിന്റെ ലിങ്ക് വരും. അതിൽ ഇത് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ ഡിസ്കൗണ്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. അത് വർക്ക് ആവുന്നില്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴത്തെ കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഒന്ന് അപ്ലൈ ഔട്ട് ആൻഡ് പേഴ്സണെങ്കിൽ ഡിക്രിമെന്റ് കിട്ടും. അതിനുശേഷം പേയ്മെന്റ് സക്സസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും, ഒരു മെയിൽ വരും. ആ മെയിലിൽ നിങ്ങളുടെ ക്രെഡിറ്റൽസ് ഉണ്ടാവും. ക്രെഡിറ്റൽസ് എന്ന് പറയുന്നത് സെർവർ നെയിം, ലോഗിൻ ID, പാസ്വേഡ്. അത് നിങ്ങൾ MT4 MT5 പോയി അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആവുന്നതാണ്. ഇത്രയേ ഉള്ളൂ അക്കൗണ്ട് എടുത്താൽ. ഇനി വേറൊരു അക്കൗണ്ട് ആണെങ്കിൽ ആൽഫ ക്യാപിറ്റൽ. ഞാൻ സജഷൻ അല്ല, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫണ്ടിങ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തരുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് അത് യൂസ്
യൂസ്ഫുൾ ആവണമെങ്കിൽ യൂസ് ചെയ്യല്ല. നിങ്ങൾക്ക് വേറെ ഒരുപാട് ഫേംസ് ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓക്കെ, ആൽഫ ക്യാപിറ്റൽ ആണെങ്കിൽ ഇവിടെ ആൽഫ ക്യാപിറ്റൽ കാണാം. അതിനുശേഷം ഇതിലും ഇങ്ങനെ തന്നെ എല്ലാം സെയിം, വെബ്സൈറ്റിന്റെ മാറ്റം മാത്രമേ ഉള്ളൂ. ലോഗിൻ ആദ്യം എല്ലാത്തിലും ഒന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക, അതിനുശേഷം മാത്രം അതൊക്കെ ട്രൈ ചെയ്യാം. അപ്പൊ ഇതിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം 200K, 100K, 50K, 25K, 10K, ഇതിൽ ഇത്രയേ ഉള്ളൂ. 5K കൂടെ ഉണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഫേംസിലും ഡിഫറെന്റ് ഫണ്ടിങ് അക്കൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യും. ഇപ്പൊ 100K ആണ് ഞാൻ എടുക്കുന്നത്. ആൽഫ പ്രോ, ആൽഫ അസൈൻമെന്റ് 1, 2 ക്വാളിഫൈ എന്ന് വെച്ചാൽ ലൈവ് അക്കൗണ്ട്. മാക്സിമം വിർച്വൽ ട്രേഡിംഗ് ഡേയ്സ് അൺലിമിറ്റഡ് എന്ന് വെച്ചാൽ ട്രേഡിംഗ് ഡേയ്സ് അൺലിമിറ്റഡ് ആണ്. വിർച്വൽ ടാർഗറ്റ് 8%. പെർഫോമൻസ് ഫീ എന്ന് വെച്ചാൽ മാസം പൈസ നോ. മാക്സിമം ഡ്രോ ഡൗൺ 10%. ഡെയിലി ഡ്രോ ഡൗൺ 5%. എത്ര മാക്സിമം അക്കൗണ്ട് എത്ര അപ്പാക്കാം 2000 എന്ന് വെച്ചാൽ 200K. ദെൻ വിർച്വൽ ട്രേഡിംഗ് ഡേയ്സ് 3 എന്ന് വെച്ചാൽ 3 ദിവസം എങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്യണം, അല്ലാണ്ട് 3 ദിവസം കൊണ്ട് അക്കൗണ്ട് പാസ് ആക്കണം എന്നല്ല. കമ്മീഷൻ 0 നോ എന്ന് വെച്ചാൽ സ്പ്രെഡ് കുറവായിരിക്കും. സോറി, ഇവിടെ കമ്മീഷൻ ഇല്ല, 0% കമ്മീഷൻ ആണ്. അപ്പൊ സ്പ്രെഡ് അത്യാവശ്യം ഉണ്ടാവും. വിർച്വൽ ട്രേഡിംഗ് ത്രൂ ന്യൂസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമോ? യെസ്. ഹോൾഡ് വീക്കെൻഡ് ഇത് ഞാൻ പറഞ്ഞു, ചെയ്യാൻ പറ്റുമോ? യെസ്. ഇനി പേയ്മെന്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, കാർഡ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യണം. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ സെയിം അതിന്റെ ഒരു ഇമെയിൽ ID ലിങ്ക് വരും, അതിൽ കയറുക, നേരെ നിങ്ങളുടെ പേയ്മെന്റ് ചെയ്യുക, അക്കൗണ്ടിന്റെ ക്രെഡിറ്റ്സ് കിട്ടും. അതിനുശേഷം MT4 MT5 പോയിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനി ഇത് എടുക്കാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അതേപോലെ MT4 MT5 എങ്ങനെ ഇത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാം, അതിന്റെ മോഡിഫിക്കേഷൻ, സ്റ്റോപ്പ് ലോസ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളത് അതിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.